നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഈ ഇന്ദ്രന്റെ കണക്ക് പുസ്തകത്തിൽ ചതിക്ക് ശിക്ഷ ഒന്നേയുള്ളൂ, മരണം. അവന്റെ ഓരോ വാക്കുകളും ശിവശങ്കരിൽ ഇടിത്തി പോലെയാണ് വന്ന് വീണത്. എല്ലാത്തിന്റെയും അവസാനം എന്റെ കൈ കൊണ്ടാണെങ്കിൽ അതിനെനിക്കൊരു മടിയുമില്ല. പറയുന്നതിനൊപ്പം അവനൊരു കൈ കൊണ്ട് തന്നെ മീശ ഒന്ന് പിരിച്ചു വെച്ചു. ആ കണ്ണുകൾ അപ്പോഴും ദേഷ്യം കൊണ്ട് അഗ്നി പോലെ എരിയുകയായിരുന്നു. ഈ കെട്ടിയെടുക്കൽ അവന്റെ അവസാനത്തെ കെട്ടിയെടുക്കലായിരിക്കും. അകത്തുമുറിയിൽ കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിച്ച് കട്ടിലേക്ക് ചാരിയിരുന്നവളുടെ കാതുകളെ തേടി അവന്റെ ഗർജനം എത്തിയതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. ഇത് അവന്റെ ശബ്ദമല്ലേ എന്ന് ഉറപ്പിക്കാനെന്നോണം ഒരിക്കൽ കൂടി അവൾ ചെവി ഊർപ്പിച്ചതും ഇടതടവില്ലാതെ മുഴങ്ങി കേൾക്കുന്ന അവന്റെ ശബ്ദം കേൾക്കെ അവളുടെ ഉള്ളൻ പ്രാണൻ തിരിച്ചു കിട്ടിയതുപോലെ ഒന്ന് പിടഞ്ഞു. അവളെ വിളിക്കാൻ വേണ്ടി അവിടേക്ക് വന്ന സൗദാമിനിൽ പരിഭ്രമം പടർത്തിക്കൊണ്ട് അവന്റെ ശബ്ദം വീണ്ടും മുഴങ്ങി കേട്ടു. ഇതെല്ലാം ആ കിളവന്റെ കളിയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വയസ്സാം കാലത്താ കിളവന്റെ ഓരോ. അവൻ വായിൽ വന്ന് തെറി പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയത് തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്ന രാഘവന് നേർക്കാണ്. അവൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് നെറ്റി വിളിച്ച് അയാളെ നോക്കി. ശേഷം ചുറ്റുമുള്ളവരിലൂടെയും ആ കണ്ണുകളൊന്ന് പാഞ്ഞു. ആരാ? തന്നെ മിഴിച്ചു നോക്കി നിൽക്കുന്ന ആളിൽ നിന്ന് ദൃഷ്ടി മാറ്റാതെ ശബ്ദത്തിൽ തീരെ മയമില്ലാതെ അവനത് ചോദിച്ചതും അയാൾ അറിയാതെയൊന്ന് ഉമിനീരിറക്കിപ്പോയി. അവന്റെ ഇരിപ്പ് തന്നെ ഒരു സാമ്രാട്ടിനെ പോലെയായിരുന്നു. ഒരു ശാന്തമായ ഭീഷണിയുടെ ചായ ഉണ്ടെന്ന് തോന്നിക്കും വിധത്തിൽ മനസ്സിൽ തനിയെ ഒരു സിംഹാസനം ഉണ്ടാക്കി അതിൽ ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്നവരെ പോലെ ആയിരുന്നില്ല അവൻ ഇരുന്നിരുന്നത്. രാജാവെന്ന പോലെ എന്നുള്ള വാക്കിന് അവിടെ പ്രസക്തിയില്ല. സർവവും തന്റെ കാൽച്ചൂട്ടിൽ വെട്ടിപ്പിടിച്ച് മാത്രം ശീലമുള്ള ഒരു സർവാധിപൻ എന്ന് തോന്നിക്കും വണ്ണമായിരുന്നു ആ ഇരിപ്പും ഭാവവുമെല്ലാം. തീക്ഷ്ണമായ കണ്ണുകൾ ആരെയും ഭയപ്പെടുത്താൻ പോകുന്നവയാണ്. പതിഞ്ഞ സ്വരത്തിലാണെങ്കിലും ഓരോ വാക്കും അധികാരത്തോടെയാണ് അവൻ സംസാരിക്കുന്നത്. അവന്റെ ഓരോ ചലനത്തിലും ചുണ്ടിന്റെ മുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന മീശരോമങ്ങളിൽ പോലും ഒരിനം ഭീഷണിയുടെ അടയാളങ്ങൾ വിരിഞ്ഞിരുന്നു. രാഘവൻ അവനോട് എന്ത് പറയുമെന്നറിയാതെ കുഴഞ്ഞു. അതിലുപരി ആ ഇരിക്കുന്നവനോടുള്ള ഭയം അയാളെ ചുറ്റി വരിഞ്ഞു തുടങ്ങി. ചോദിച്ചു കേട്ടില്ലേ ആരാന്ന്? അവന്റെ ശബ്ദം അല്പമൊന്ന് ഉയർന്നു. രാഘവൻ. അയാൾ പെട്ടെന്ന് അങ്ങനെയാണ് പറഞ്ഞത്. അയാളുടെ ഇപ്പോ കരയെന്നുള്ള ഭാവം കണ്ടതും അവന്റെ നോട്ടം ബാക്കിയുള്ളവരെ തേടിപ്പോയി. അയാൾക്കടുത്ത് കസവ് മുണ്ടും ഷർട്ടും ഇട്ട് നിൽക്കുന്ന മധ്യവയസ്കനെ കണ്ടതും അവന്റെ കൂർത്ത കണ്ണുകൾ അയാൾക്ക് നേരെ ഒന്ന് ചുരുങ്ങി. പിന്നെ നോട്ടം പോയത് തിരുമേനിക്ക് നേരെയും രജിസ്ട്രാറിന് നേരെയുമാണ്. അവരെ അവിടെ കണ്ടതും അവന്റെ കൂർമ്മ ദൃഷ്ടി ഒന്നുകൂടെ കൂർത്തു വന്നു. എല്ലാവരും ഉണ്ടല്ലോ, ഇതെന്താ ഈ വഴിക്ക്? ഇവിടെ അടുത്ത് വല്ല കല്യാണമുണ്ടോ? ഇതാണോ ചെറുക്കൻ? അവന്റെ കൺമുനുകൾ അയാളൊന്ന് ആപാദചൂടം വളർന്നുകൊണ്ട് ചോദിക്കുന്നതിനൊപ്പം ആ ഊഞ്ഞാലൊന്ന് പയ്യെ ആട്ടി. അവന്റെ രംഗപ്രവേശനത്തോടുകൂടി നിശബ്ദമായി തീർന്ന ആ വലിയ നാലുകെട്ട് സമിതിയുടെ അകത്തളത്തിൽ അവന്റെ ഗാംഭീര്യം നിറഞ്ഞ സ്വരത്തിനൊപ്പം ആ ഊഞ്ഞാലിന്റെ ചങ്ങലകൾ തമ്മിൽ മുറുകുന്ന സ്വരം കൂടി ലയിച്ചേർന്നപ്പോൾ ആ രംഗവന് മുമ്പിൽ കീഴടങ്ങിയിരുന്നു. ഇതെന്താ ആരൊന്നും പറയാത്ത? ശിവശങ്കരൻ നോക്കിയാണ് അവൻ ആ ചോദ്യം ചോദിച്ചത്. ഈ രണ്ട് കോലങ്ങൾ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ലല്ലോ. എവിടുത്തുകാരാ നിങ്ങള്? മുത്തശ്ശന്റെ പരിചയക്കാരാണോ? അവൻ രാഘവനെ നോക്കിയാണ് ചോദിച്ചത്. അയാൾ തന്റെ അനന്തരവനെ ഇടങ്ങണാലയം നോക്കി. ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? അവന്റെ ശബ്ദം ഒന്നുകൂടെ കടുത്തു. ഞാൻ രാഘവൻ, ഇതെന്റെ അനന്തരവൻ സുധർമ്മൻ. ഞങ്ങൾ ഇവിടെ ഉള്ളവരല്ല. അതാ തമ്പുരാൻകുട്ടി കാണാഞ്ഞ്. ഇതിങ്ങോട്ട് പുറത്തേക്ക് കുറെ എന്തേ ഇത്ര താമസം? അവനയാളൊന്ന് ഇരുത്തി നോയിക്കൊണ്ട് ചോദിച്ചു. അയാൾ അതിനൊന്ന് പരിങ്ങി നിന്നു. തന്റെ അനന്തരവന് ഇപ്പോഴാണോ കെട്ടുപ്രായത്? അവൻ സുധർമ്മനെ ഒട്ടും പിടിക്കാത്ത പോലെ നോയിക്കൊണ്ട് രാഘവനോട് ചുണ്ടൂട്ടിക്കൊണ്ട് ചോദിച്ചു. അതവന്റെ രണ്ടാം കെട്ടാ. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോ പറഞ്ഞാണല്ലോ. അയാളത് പറഞ്ഞ് ഇന്ദ്രന്റെ മുഖം നന്നായി തന്നെ ചുളിഞ്ഞു. ശിവശങ്കരനും അനന്തരം കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു. കഴിഞ്ഞ തവണയോ? അവൻ അയാളെ നോക്കി ഒറ്റപ്പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നാണോ വന്നപ്പോ ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാണല്ലോ ഞാൻ. അയാൾ ശിവശങ്കരനെ നോക്കി ചോദിച്ചവും ഇന്ദ്രന്റെ ദൃഷ്ടി തന്നെ മുത്തശ്ശിനെ നേർക്ക് നീണ്ടു. മുഖത്തെ പകപ്പും പതറലും മറക്കാൻ പാടുവിടുന്ന ശിവശങ്കരനിൽ അവന്റെ കൂർമ്മ ദൃഷ്ടി ചൂഴ്ന്നിറങ്ങി. ആട്ടെ, എവിടുന്നാ പെണ്ണ്? മുത്തശ്ശിനറിയുന്ന കൂട്ടിനാണോ? അവൻ ചോദിച്ച രാഘവനോടാണെങ്കിൽ കൂടി കണ്ണുകൾ ഇപ്പോഴും ശിവശങ്കരിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്താണോ പറയാൻ ഇത്ര മടി? അവൻ തറയിൽ കാലൂത്തി ഒന്നുകൂടി ആടിക്കൊണ്ട് അയാളോട് ചോദിച്ചു. അത് ഇവിടെ ഉള്ളതാ, അയാൾ തയക്കത്തോടെ പറഞ്ഞു. അത് മനസ്സിലായി, അതാ ചോദിച്ചത്. ഇവിടെ എവിടുത്തെയെന്ന് അവൻ തന്റെ ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചു. അയാൾ എല്ലാവരെയും ഒന്ന് പാടി നോക്കി. എന്താ പെണ്ണിന് വീടില്ലേ? അവൻ തനിക്ക് മുമ്പിൽ നിന്ന് പരിയും കളിക്കുന്നയാളൊന്ന് ആഗമത്ത് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. എവിടുത്തെ കുട്ടിയാ? അയാൾ പെട്ടെന്ന് പറഞ്ഞതും അത്ര നേരം ഊഞ്ഞാലാട്ടിക്കൊണ്ടിരുന്നവന്റെ കാലുകൾ തറയിൽ ഉറച്ചു നിന്നു. എവിടുത്തെ ഏത് കുട്ടി? അവൻ ഇരുന്നിടത്ത് എഴുന്നേറ്റുകൊണ്ട് മുണ്ടു മണിക്കുത്തി അയാളെ നോക്കി ചോദിച്ചു. ചോദിച്ചു കേട്ടില്ലേ? അയാളിൽ നിന്ന് മറുപടി വരാതായതും അവന്റെ ശബ്ദം നന്നേ ഉയർന്നു. ഇന്ദ്ര. അവന്റെ ആ ശബ്ദത്തിനെ പിന്തള്ളിക്കൊണ്ട് ശിവശങ്കരന്റെ ശബ്ദം ഉയർന്നു. അവൻ തനിക്ക് മുമ്പിൽ നിന്ന് കിരീടാ വിറക്കുന്ന രാഘവിൽ നിന്ന് ദൃഷ്ടി മാറ്റാതെ
ശിവശങ്കരനെ കൈ ഉയർത്തി തടഞ്ഞു. നിന്ന് വിറക്കാതെ കാര്യം പറയടോ കാരണവരെ. ഇവിടെ ആര് കെട്ടിക്കാനാ താൻ തന്റെ ഈ പുന്നാര അന്തരണയും കൊണ്ട് എഴുന്നള്ളിയത്? അവനെ ആൾക്കടുത്തേക്ക് കുറച്ച് കാൽവെപ്പുകളോടെ നടന്നെടുക്കുന്നതിൽ തിരക്കി. ഈ മുതുകിഴവന് കെട്ടാൻ മാത്രം ഈ കോലോ താനും പൊരറിഞ്ഞു നിൽക്കുന്നില്ല. പിന്നെ താൻ ആരെ കെട്ടിക്കാനാ ഈ പടുവൃക്ഷത്തെയും കൊണ്ട് ഇവിടെ കാലെടുത്ത് വെച്ച്? രാഘവൻ അവനു മുമ്പിൽ ഒരക്ഷരം ഉരിയാടാൻ കഴിയാതെ നിന്ന് ഉരുകി. എന്താ നാൽപ്പാട്ട് അനന്തരം തമ്പുരാൻ ഭാര്യ ഇയാൾക്ക് കെട്ടിച്ചേരാന്ന് വല്ല വാക്കും തന്നിരുന്നോ? അവൻ അവിടെ എല്ലാം കണ്ടു മാറുന്ന നന്ദകിയെ പുച്ഛത്തോടെ നോയിക്കൊണ്ട് സുധർമ്മനോടായി ചോദിച്ചു. ഇന്ദ്ര! ശിവശങ്കരൻ തമ്പിയുടെ ശബ്ദം വീണ്ടും താക്കിയതോടെ അവർ നേർക്ക് ഉയർന്നു. അലറണ്ട, എനിക്കറിയണം ഈ പഴം വിഴുങ്ങി കിഴവനെ കൊണ്ട് കെട്ടിക്കാൻ മാത്രം ഇവിടെ ആരാ പോര നിറഞ്ഞു നിൽക്കുന്നെന്ന്. അവൻ അതിനേക്കാൾ ശബ്ദത്തിൽ അയാളെ നോക്കി ചോദിച്ചു. അയാൾ അവനെ തുറിച്ചു നോക്കിയെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. പറയടോ കാരണവരെ, ആരെ കെട്ടിയെടുക്കാനാ താൻ അതിരാവിലെ കുളിച്ച് കുറിയും തൊട്ട് പുതുമണവാളം ചമഞ്ഞിറങ്ങിയത്? അവൻ സുധർമ്മന് തൊട്ടുമ്പിൽ വന്നിന്ന് കയ്യിൽ ഇടിവളം ഒന്നുകൂടി മുകളിലേക്ക് കയറ്റി വെച്ച് മുരളുന്ന പോലെ ചോദിച്ചു. അയാൾ അവനെ ഒന്ന് മുഖമുയർത്തി നോക്കാൻ പോലും ധൈര്യപ്പെടാതെ ആകെ കുഴഞ്ഞുപോയി. അവൻ പറഞ്ഞോടെ അയാളെ കോടൽ കുത്തിപ്പിടിച്ചു. നീലി! അയാളത് പറഞ്ഞു മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ എല്ലാവരും കാണുന്നത് നെഞ്ചിലേറ്റ ചവിട്ടിനെ താഴേക്ക് മലനടിച്ച് വീഴുന്നവനെയാണ്. എന്റെ മുമ്പിൽ നിന്ന് അവിടെ പേര് പറയുന്ന എനിക്കെങ്ങനെ ധൈര്യം വന്നതാ? താഴെ വീണ് കിടക്കുന്നവന്റെ നെഞ്ചിൽ കാലമർത്തി വെച്ചുകൊണ്ട് അവൻ ആക്രോശിച്ചു. ഈ ബഹളമെല്ലാം കേട്ടുകൊണ്ട് മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനരികിൽ ഭിത്തിയിലേക്ക് ചാരിയിരുന്നവരുടെ അടഞ്ഞ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ നിലം പതിച്ചതിനൊപ്പം വിതുമ്പി വിറക്കുന്ന ചുണ്ടുകളൊന്നും മൃദുലമായി വിടർന്നു. അവിടെ അത്രയും ബഹളങ്ങൾ നടക്കുമ്പോഴും ഇനി നടക്കാനിരിക്കുന്നതിനെ ഓർത്ത് അവളുടെ മനസ്സ് ഭയപ്പെടുമ്പോഴും അവൾക്കുള്ളിൽ ആശ്വാസത്തിന്റെ വെള്ളി വെളിച്ചം വീശി തുടങ്ങുകയായിരുന്നു. താഴെ അവന്റെ കാൽ കീഴിൽ കിടന്ന് പിടയുന്നവന്റെ നെഞ്ചിൽ ഒരു ദയം കൂടാതെ അവന്റെ ബലിഷ്ഠമായ കാൽ ഒരിക്കൽ കൂടി അമർന്നു. അയാളിൽ അത് അസഹ്യമായ വേദന തീർത്തും അയാളൊന്ന് വേദനയാൽ പിടഞ്ഞു. ഇന്ദ്ര, വേണ്ട, വിടാ, ഞാനാ പറയുന്നവന് വിടാൻ. ശിവശങ്കരൻ തമ്പി അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ പിടിച്ചു മാറ്റാൻ കൈകൾ ഉയർത്തിയതും തൊട്ടുപോകരു തന്നെ. അവന്റെ ആക്രോശത്തിൽ അവന് പിടിച്ചു മാറ്റാൻ ഒരുങ്ങിയ കരങ്ങൾ പാതി വഴിയിൽ നിന്നു. നിങ്ങളോട് പറഞ്ഞല്ലേ ഞാൻ അവൾ ഒരുത്തന് മുമ്പിലും കെട്ടിച്ചൊരുക്കി നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലേ ഞാൻ നിങ്ങളോട്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്ത്? അവൻ താഴെ കിടക്കുന്നവന്റെ നെഞ്ചത്തേക്ക് ഒരിക്കൽ കൂടി ആ കാലുകൾ അമർത്തി. അത്രയും ക്രൂരമാർന്ന ഭാവത്തിൽ ശിവശങ്കരനെ നോക്കി പറഞ്ഞതും അയാൾ നോക്കി കാണുകയായിരുന്നു തന്റെ മുന്നിൽ നിന്ന് തന്നെക്കാൾ ഉച്ചത്തിൽ ആക്രോശിക്കുന്ന തന്റെ ചെറുമകനെ. അയാൾക്ക് തന്റെ കണ്ണുകൾ ഒരു നിമിഷം അവരിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയാതെ പോയി. പിന്നെ എന്റെ വാക്കു മറികടന്ന് ഇങ്ങനെയൊന്ന് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നാൽപ്പാട്ട് ഒരു ശിവശങ്കരൻ തമ്പിക്ക് ചൂതാടാനുള്ളതല്ല ഇല്ലിക്കലെ തമ്പുരാട്ടിക്കുടിയുടെ ജീവിതം. അങ്ങനെ ഒരു ശിവശങ്കരൻ തമ്പിക്കും തട്ടിക്കളിക്കാൻ വിട്ടുകൊടുക്കില്ല ഇന്ദ്രൻ അവളെ. അവന്റെ ഓരോ വാക്കുകളും ഇടുത്തി പോലെ അവിടെ നെഞ്ചിൽ വന്ന് പതിച്ചുകൊണ്ടിരുന്നു. മുറിയിൽ നിന്ന് ഇത് കേട്ടവരുടെ കാതുകളിൽ അവൻ അവസാനം പറഞ്ഞ വരികൾ മാത്രം മലയടിച്ചുയർന്നു. കെട്ടിച്ചുവിടാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം അവളെ പോറ്റാൻ നിങ്ങൾ കാണിച്ചില്ലല്ലോ. അവൻ തന്റെ കാൽ കീഴിൽ കിടന്ന് പിടയുന്നവൻ ആ പിടപ്പ് ആസ്വദിച്ചുകൊണ്ട് ശിവശങ്കരന്റെ നേർക്ക് ഓരോ ചോദ്യങ്ങളായി തൊടുത്തു വിട്ടുകൊണ്ടിരുന്നു. അവളുടെ കാര്യത്തിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. കെട്ടുപ്രായം തികഞ്ഞ പെണ്ണിനെ എത്രയെന്ന് വെച്ചാ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. അയാൾ അവനിൽ നിന്ന് മുഖം വെട്ടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു. എന്തോന്ന് ഉത്തരവാദിത്തം? എന്നിട്ട് ഇത്രയും നാൾ ഇതൊന്നും ഞാൻ കണ്ടില്ലാലോ. ഈ ഭൂമിയിൽ അവൾക്ക് മേൽ ആർക്കെങ്കിലും ഉത്തരവാദിത്തവും അവകാശവും അധികാരവും കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമായിരിക്കണം. അതങ്ങനെ മതി. എന്നിൽ കവിഞ്ഞൊരധികാരവും അവൾക്ക് മേൽ ആർക്കും വേണ്ട. അവന്റെ ആ വാക്കുകൾ കാതിലേക്ക് പതിഞ്ഞതും അവൾ അടഞ്ഞ മിഴികൾ വലിച്ചു തുറന്നു. ശിവശങ്കര അവനെ തുറിച്ചു നോക്കി നിന്നു. അവന്റെ ഈ പെരുമാറ്റം അയാളിൽ ഒരുപോലെ ദേഷ്യവും നോവും പടർത്തുന്നതായി മാറി. ഞാൻ ജീവനുള്ളിടത്തോളം കാലം അവൾ എന്റെ കൂടെ തന്നെ കാണും. അതിനിപ്പോ ആരൊക്കെ തടസ്സം നിന്നാലും ഇന്ദ്രൻ അതൊരു പ്രശ്നമല്ല. അവന്റെ വാക്കുകൾ ഓരോന്നും അവിടെ ഒരു മൂലയിൽ ഇതെല്ലാം കണ്ട് മാറി നിന്നിരുന്ന നന്ദകിൽ അസ്വസ്ഥത തീർക്കുന്നുണ്ടായിരുന്നു. പോയ കാല സ്മൃതികളിൽ ഇതുപോലൊരു രംഗം അവരിലേക്ക് ഇരച്ചെത്തുന്നത് തോന്നിയതും അവർ കണ്ണുകൾ ഇറുക്കി അടച്ചു. വയസ്സാം കാലത്ത് നിനക്കൊക്കെ തീർക്കാൻ അവളെ മാത്രമേ കിട്ടിയുള്ളൂ. അല്ല നാറി! അവൻ താഴെ കിടക്കുന്നവന്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അയാളുടെ കവിളിൽ ആഞ്ഞൊരു ഇടി കൊടുത്തു. വേദനയാൽ ഒരു ശബ്ദം അയാളിൽ നിന്ന് ഉയർന്നു. ആ രംഗം കണ്ടുകൊണ്ടിരുന്ന രാഘവൻ അറിയാതെ കവിളിൽ കൈ ചേർത്ത് പോയി. തന്റെ മോളുടെ പ്രായം കാണലോട് അവൾക്ക്, എന്നിട്ട് അവന്റെ കോപ്പിലം പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ മുട്ടുകാരെ കയറ്റിയും താങ്ങിയതും അയാൾ താഴേക്ക് ഊർന്നിരുന്നു പോയി. നിനക്കിനി അവളെ കെട്ടണോടോ നായേ? അവൻ ചോദിച്ചുകൊണ്ട് അയാൾ ധരിച്ചിരുന്ന ഷർട്ട് വലിച്ചു കീറി. അവിടുന്ന് ഓരോരുത്തരും അവൻ എങ്ങനെ തടയണമെന്നറിയാതെ കുഴഞ്ഞു. ഞാനില്ലാത്ത സമയത്ത് എനിക്കിട്ട് ഉണ്ടാക്കിയിട്ട് കടന്നു കളയാന്ന് കരുതിയോടാ നീയൊക്കെ?
അവൻ ചോദിച്ചുകൊണ്ട് അയാളെ ചുമരിലേക്ക് നിർത്തി ആ കഴുത്തിലും നെഞ്ചിലുമൊക്കെയായി കൈമടക്കി വെച്ചുകൊണ്ട് അയാളെ ഭിത്തിയോട് ചേർത്ത് അമർത്തി. നീ ഇപ്പൊ അവളെ കെട്ടിയിരുന്നതിൽ കൂടി ഞാൻ വേറെയായിരുന്നു അവൾക്ക് വേണ്ടി. അവളിനിയിപ്പൊ നിന്റെ കൂടെ മാത്രമേ പൊറുക്കൂ എന്ന് പറഞ്ഞാൽ പോലും ആ താലി അവളുടെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞ് അവളെ തിരികെ നേടാൻ ഈ ഇന്ദ്രൻ അവളുടെ സമ്മതം പോലും വേണ്ടാന്ന് സാരം. അവന്റെ വാക്കുകൾ ഓരോന്നും അവളിൽ അത്ഭുതവും ആശങ്കയും ഒരുപോലെ നിറക്കുന്നവയായിരുന്നു. ഇതിനു മുന്നേ പലതവണ ആ കൈകൾ തന്നെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നും തോന്നാത്ത എന്തോന്ന് അവന്റെ ഓരോ വാക്കിൽ ഒളിഞ്ഞിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി തുടങ്ങി. നിന്റെ ഭാഗ്യത്തിന് നീ അവളെ കെട്ടിയില്ല. ഇല്ലായിരുന്നെങ്കിൽ പൊന്നു മോനെ ധർമ്മരാജ, ഇന്നേരം നീ നിന്റെ ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും കണക്ക് പുസ്തകം കാലിനു മുമ്പിൽ തുറന്നിട്ടുണ്ടായേനെ. അവൻ പറഞ്ഞുകൊണ്ട് അയാളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. ഇതെന്താ അന്യായി നടക്കുന്നേ? പെണ്ണിനെ തരാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്ന പോരാ, എന്റെ അനന്തരവനെ തള്ളിച്ചാക്കുന്നത് നോക്കിയിരിക്കണോ? രാഘവൻ തന്റെ അനന്തരവന്റെ അവസ്ഥ കണ്ടതും ശിവശങ്കരൻ തമ്പിയുടെ നേർക്ക് തിരിഞ്ഞ് ഉള്ളിൽ അവനുള്ള ഭയം മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. എടോ മാമേ, തന്നെ ഞാൻ കൈവെക്കാത്ത എന്റെ ഒറ്റടിക്ക് താൻ ഇല്ലാത്തോണ്ടും മാത്രമാണേ. അല്ലെങ്കിൽ ഇതോ ഈ പാതി ചത്ത തന്റെ അനന്തരവും മുന്നേ തനിക്ക് കിട്ടിയനെ എന്റെ കയ്യിന്ന് കണക്കിന്. അവനെ അവിടെ കോളിൽ പിടിച്ച് തൂണിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അലറി. അയാൾ പേടിച്ച് വിറച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ച് അവന് മുമ്പിൽ കൈകൾ കൂപ്പി നിന്നു. നീ ഇങ്ങനെ ഇവിടെ ഇളക്കി മറിക്കാൻ മാത്രം ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഇവിടേക്ക് ഇവർ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ പെണ്ണിന്റെ കൂടെ സമ്മതത്തോടെയാ. അവൾക്ക് ഈ വിവാഹത്തിനൊരു എതിർപ്പുമില്ല. പിന്നെ നീ എന്തിനാ ഇന്ദ്ര ഇവിടെ ഇങ്ങനെ ഇളക്കി മറിക്കുന്നത്? ശിവശങ്കരന്റെ വാക്കുകൾ മുറിക്കുള്ളിരിക്കുന്നവളിൽ ഒരു വിറയിൽ പടർത്തി. ആൾ പേടിയോടെ അവന്റെ പ്രതികരണത്തിനായി കാതോർത്തു. അയാളുടെ വാക്കുകൾ അവന്റെ ചെവികളെ പൊതിഞ്ഞതും അവനിലെ ദേഷ്യം ആളിക്കത്തി. അവിടെ കിടന്നിരുന്ന ടീ പോയി അവൻ ചവിട്ടി തെറിപ്പിച്ചതും ആ ശബ്ദം അവളുടെ കാതുകളിൽ തുളച്ചു കയറിയ നിമിഷം അവൾ തന്റെ കണ്ണുകൾ അടച്ച് ഭിത്തിയിലേക്ക് ചാരി നിന്നു. ഏത് നിമിഷവും ആ ഗർജനം ഈ മുറിയുടെ വാതിൽക്കൽ എത്തി നിൽക്കുമെന്ന ചിന്തയിൽ അവൾ നന്നേ ഭയന്നു. നീ ഇങ്ങനെ രോഷം കൊണ്ടിട്ടൊന്നൊരു കാര്യമല്ല. കെട്ടാൻ വരുന്ന ഈ കിളവനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ അവൾ ഈ കല്യാണത്തിന് സമ്മതം മൂടിയത്. നന്ദിക്ക് അവൻ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു നിർത്തിയതും അവിടെ കിടന്ന മരത്തിന്റെ കസേര തറയിൽ തള്ളിപ്പൊട്ടിച്ചുകൊണ്ട് അവൻ അലറി. ചോദിച്ചുകൊണ്ട് അവനോടുത്തിരുന്ന മുണ്ട് ഒന്നുകൂടി മടക്കി കുത്തി. അവിടെ നിന്നിരുന്നവരാരെയും വകവെക്കാതെ അവളുടെ മുറി ലക്ഷ്യം വെച്ച് വേഗത്തിൽ നടന്നു. മുറിയിലിരുന്ന അവന്റെ ആ ഗർജനം കേട്ടവളുടെ ഉള്ളം ഇനി സംഭവിക്കാൻ പോകുന്നതിനെ ഓർത്ത് ആലില പോലെ വിറച്ചുകൊണ്ടിരുന്നു. അവന്റെ കാലുകൾ കടിഞ്ഞാണ് നഷ്ടപ്പെട്ട കുതിരയെ പോലെ അവിടെ നിന്ന് അവിടെ മുറി ലക്ഷ്യം വെച്ച് കുതിച്ചു. ഓരോ കാലടികളും ദൃഢതയോടെ തറയിൽ പതിയുന്നതിനനുസരിച്ച് അവന്റെ ഉള്ളിലെ ദേഷ്യത്തിന്റെ അളവ് ഏറി വന്നു. അവളുടെ ഒടുക്കത്തെ ഒരു ഭജനിരിപ്പ്. അവൻ മുന്നോട്ടടക്കുന്നതിൽ ഉറക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് അവന്റെ വഴി തടസ്സമായി താഴെ ഒരു മുറത്തിലായി വെച്ചിരുന്ന ഉണക്കമുളക് കാലുകൊണ്ട് തൊഴിച്ച് തെറിപ്പിച്ചു. ചത്തുപോയ നിന്റെ തന്ന നാരാണ് വന്ന് പറഞ്ഞോടി പോത്തെ ആ പല്ല് പോയ കേളവനെ കെട്ടാൻ. അവൻ മുന്നിൽ കാണുന്ന ഓരോന്ന് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നുകൊണ്ടിരുന്നു. എടി ഒന്നുമില്ലും നിനക്ക് ഇത്രയും നാൾ പാട്ടിയെ പോലെ കാവലിന്നവനടി ഞാൻ. എന്നിട്ട് നീ എന്താടി എനിക്ക് തിരികെ തന്ന് അത് ചോദിക്കുമ്പോൾ അറിയാതെ അവന്റെ തൊണ്ടയിൽ നിടറി. അത് മറക്കാനെന്നോണം അവിടെ കണ്ട ഒരു വലിയ പൂച്ചട്ടി അവൻ കാലുകൊണ്ട് തൊഴിച്ച് അതിന് നടുമുറ്റത്തേക്ക് മറിച്ചിട്ടു. അവളുടെ ഉള്ളമൊന്ന് പിടഞ്ഞെങ്കിലും അടുത്ത നിമിഷം കിടുകിടാ വിറച്ചു. നിനക്ക് ആ പഴം വിഴുങ്ങിയെ കെട്ടാൻ സമ്മതമാണല്ലേ? നിന്നെ ഞാൻ കെട്ടിച്ചു തരാടി പോത്തെ. അവനൊട്ടും കലിയടങ്ങാതെ പറഞ്ഞുകൊണ്ട് അഴിഞ്ഞുപോയ മുണ്ട് മടക്കി കുത്തി അവൾക്കടുത്തേക്ക് പാഞ്ഞു. ഉറച്ച കാലടികളോടെ നടക്കുന്നവനെ കണ്ടതും നീലയുടെ മുറിക്കുമ്പിൽ നിന്ന സൗദാമിനിയുടെ ഉള്ളമൊന്ന് കാളി. ആ ഒരു ഉമിനീരിറക്കി അവിടുന്ന് ഇറങ്ങാൻ കഴിയാതെ നിന്ന് പോയി. ഓ, ഇവിടെ ഉണ്ടായിരുന്ന തള്ളേ നിങ്ങള്? ആർക്കു മുന്നിലേക്ക് വന്നുകൊണ്ട് അവൻ പറഞ്ഞതും അവരവനെ നോക്കാൻ വയ്യാതെ പരിങ്ങി. മുറിക്ക് തൊട്ടുമ്പിൽ നിന്ന് കേൾക്കുന്ന അവന്റെ ശബ്ദം കാതുകളിൽ മുഴങ്ങിയതും നീലി തന്റെ കണ്ണുകളിറുക്കി ഒരു മൂലയിലേക്ക് ഒതുങ്ങി നിന്നു. അവൾക്ക് വയ്യ അല്ലേ തള്ളേ? അവൻ അവരോട് ചോദിച്ചുകൊണ്ട് അവരെ പുച്ഛത്തോടെ നോക്കി. അവരവന് മുമ്പിൽ നിന്ന് ഒരുങ്ങി. എല്ലാം കൂടി എന്നെ അങ്ങ് ഉണ്ണാക്കനാക്കിയിട്ട് പോവാന്ന് കരുതിയോ? അവൻ അവരെ നോക്കി പല്ലടിച്ചു. നീ എന്തിനെങ്ങനെ ചാടുന്നു? അവള് സമ്മതം പറഞ്ഞിട്ടാ എല്ലാം ഇത്രത്തോളം എത്തിയത്. അവർ പറഞ്ഞു. ഇന്ദ്രന്റെ ദേഷ്യം ഉച്ചസ്ഥായിലെത്തി. നിങ്ങൾക്കുള്ള പിന്നെ ഇപ്പൊ അങ്ങോട്ട് മാറിക്കത്തള്ളേ പറഞ്ഞുകൊണ്ട് അവനവരെ ബെഡിലേക്ക് പിടിച്ച് തള്ളിയതും വാതിലിന് മുമ്പിൽ നിന്നവർ ഭിത്തിയിലിടിച്ച് നിന്നുപോയി. വാതിൽ ഓർക്കടി പോത്തെ, ഇന്നത്തോളം നിന്റെ ഒട്ടുക്കത്തെ ഭജനിരിപ്പ് ഞാൻ നിർത്തിയോടി പറഞ്ഞുകൊണ്ട് അവൻ കുറ്റിടാ ചാരിക്കിടന്ന വാതിൽ ആഞ്ഞ് ചവിട്ടിയതും അത് വലിയ ശബ്ദത്തിൽ മലർക്കെ തുറന്നു. കിടക്കയിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞുമാവളും ഒരുപോലെ ഞെട്ടി ഉറച്ചു. അവളൊന്നുകൂടെ ആ ചുമരിന്റെ കോണിലേക്ക് ഒട്ടി നിന്നു. എവിടെ കോപ്പേ നീ? കുഞ്ഞിനരികിൽ അവളെ കാണാതായതും അവൻ ആക്രോശിച്ചുകൊണ്ട് തിരിഞ്ഞു കാണുന്നു ഭിത്തിയോട് ചേർന്ന് ഒരു മൂലയിൽ പേടിച്ചു കുറച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു നിൽക്കുന്നവളെയാണ്.
ഒരു കല്യാണ പെണ്ണിനെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നവളെ കണ്ടതും അവനുള്ളമൊന്ന് തുടിച്ചെങ്കിലും അവൾ ചെയ്തു വെച്ചതോർക്കി അവന്റെ രക്തം ചൂട് പിടിച്ചുകൊണ്ട് സിരകളിലൂടെ പാഞ്ഞു കയറി. അടുത്ത നിമിഷം അവിടെ കിടന്ന ടേബിൾ അവൻ താഴേക്ക് തള്ളിയിട്ടു. ആ വലിയ ശബ്ദം കേട്ടത് കുഞ്ഞെഴുന്നേറ്റ് ചിണുങ്ങാൻ തുടങ്ങി. നീലി പേടിച്ച് ഒരടി അനങ്ങാൻ കഴിയാതെ നിന്നുപോയി. ഓ, കെട്ടിലമ്മ ഉടുത്തൊരുങ്ങി മണവാട്ടി ചമഞ്ഞ് ഇറങ്ങിയിരിക്കുക അവളുടെ ഒടുക്കത്തെ കെട്ടിന്. അവൻ അവളെ നോക്കി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ ഇപ്പൊ ഞാൻ കെട്ടിക്കാടി പുല്ലേ. അവൻ പറഞ്ഞുകൊണ്ട് തുറന്നിടുന്ന വാതിൽ ചേർത്തടച്ച് കുറ്റിയിട്ട് അവൾക്കടുത്തേക്ക് അഴിഞ്ഞു തുടങ്ങിയ മുണ്ടൊന്നുകൂടി മടക്കി കുത്തിക്കൊണ്ട് ചൂടുകൾ വെച്ച് അവൾ പേടിച്ചു വിറച്ച് കണ്ണു തുറക്കാതെ നിന്നു. എടി, ഇത്രയും നാളും നിന്നെ ഞാൻ നന്നായി തന്നെ എല്ലടി പുല്ലേ നോക്കിയത്. നിന്നെയും കുഞ്ഞിന്റെയും കാര്യത്തിൽ എന്തെങ്കിലും കുറയാൻ വരുത്തിയിട്ടുണ്ടോ? അവൻ ഓരോന്ന് ചോദിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നെടുത്തു. എടി ഉണ്ടോന്ന്. അവൻ അവൾക്ക് തൊട്ടുമുമ്പിൽ അവൾക്ക് ഇരുവശവും ചുമരിൽ കൈകുത്തി വെച്ചുകൊണ്ട് അലറിയതും അവൾ കണ്ണുകൾ തുറക്കാതെ ഇല്ലെന്ന് തലയാട്ടി. നിന്റെ വായിലെന്താടി പഴം തിരികെ വെച്ചിരിക്കുന്നോ? അവൻ ചോദിച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് ആഞ്ഞടിച്ചും അവളൊന്ന് ഞെട്ടിവിറച്ചു. ചോദിച്ചതിന് ഉത്തരം പറയടി. ഇല്ല. അവൾ പെട്ടെന്ന് കണ്ണുകൾ തുറക്കാതെ അവന്റെ ചോദ്യത്തിന് ഉത്തരം നൽകി. പിന്നെ എന്തിനാടി കോപ്പേ നീ ആ എപ്രാച്ചിയെ കേട്ട സമ്മതം പറഞ്ഞ്? അവനോട് ഇടത്തെ തോളിൽ പിടിച്ച് ആ മൂലയിൽ നിന്ന് വലിച്ചു മാറ്റി ചുമരിലേക്ക് ചേർത്തെത്തിക്കൊണ്ട് അലറി. അവൾ കണ്ണുകൾ തുറക്കാതെ വിതുമ്പി. നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് ഞാനല്ലടി. എന്നിട്ട് ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് നീ എന്താടി എന്നോട് പറയാതിരുന്ന്? അവൻ അവളിനെ പിടിമുറുക്കിക്കൊണ്ട് അവളോട് അത്രയും അടുത്ത് നിന്നുകൊണ്ട് ഗർജിച്ചു. നിന്ന് വിറക്കാതെ കാര്യം പറയടി മൂത്തേവി. അവൻ പറഞ്ഞുകൊണ്ട് അവളെ രണ്ടു കൈ കൊണ്ട് ഉലച്ചു. ഇങ്ങോട്ട് കെട്ടിയെടുത്തപ്പോ ഇങ്ങനൊരു ആഗ്രഹമുള്ള കാര്യം എന്താടി നീ പറയാഞ്ഞത്? ഓ, ഇല്ലിക്കലെ തമ്പുരാട്ടിക്കുട്ടിക്ക് വേളി കഴിക്കാൻ പല്ല് കറിച്ച കിഴവനെ മതിയാർന്നു ഈ ഉള്ളവൻ അറിയില്ലായിരുന്നു. അവൻ അവളെ നോക്കി ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു. മോങ്ങരുത്, മോങ്ങിയ കാമിള് പറയുന്ന വിധത്തിൽ ഒന്ന് പൊട്ടിക്കും ഞാൻ. വീങ്ങിക്കരയുന്നവൾക്ക് നേരെ മുട്ടുകൈ ഓങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു. അവൾ വാപുത്തി. അത് കണ്ടതും അവനവളെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് ചുമരിലേക്ക് ആഞ്ഞിടിച്ച് തന്റെ ദേഷ്യം തീർത്തു. അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയിരിക്കാം അവള് കിളവനെ കെട്ടാൻ. അവനവളെ ആകമൊത്തം നോയിക്കൊണ്ട് മുരണ്ട്. അവളെ ആ വേഷത്തിൽ കാണുന്തോറും അവന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അഴിക്കടി, അവൻ മുരണ്ടോട് പറഞ്ഞു. അഴിക്കടി കോപ്പയതൊക്കെ. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ കിടന്ന മാലയിൽ പിടിച്ച് വലിച്ചു പൊട്ടിച്ചതും അവൾ മുറുക്കിയടച്ച കണ്ണുകൾ വലിച്ചോർന്നുകൊണ്ട് അവൾ തുറിച്ചു നോക്കി. അപ്പോഴേക്ക് അവന്റെ കൈകൾ അടുത്ത മാലയിൽ പിടിമുറുക്കിയിരുന്നു. അവളുടെ ഒടുക്കത്തെ ഒരു ചമഞ്ഞൊരുക്കം പറഞ്ഞുകൊണ്ട് അവൻ അതും വലിച്ച് പൊട്ടിച്ചെറിഞ്ഞു. അവൾ പകപ്പോടെ അവനെ നോക്കിക്കൊണ്ട് അടുത്ത മാല ലക്ഷ്യം വെച്ച് വന്ന് അവന്റെ കയ്യിൽ പിടിമുറുക്കി. അവന്റെ പ്രവൃത്തിക്ക് തടസ്സം നിന്നും അവൻ അവളെ എരിച്ചുകളയും ഇത് നോക്കി. കൈയെടുക്കടി. അവൻ തന്നെ കയ്യിൽ പിടിമുറുക്കി നിൽക്കുന്നവളെ നോക്കി പല്ലിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ നിറഞ്ഞുളുന്ന മിഴികളോടെ അരുതെന്ന് തലയാട്ടി. എന്താടി ഇതിന്റെയൊക്കെ തൂക്കം കണ്ട് നിന്റെ കണ്ണു മഞ്ഞളിച്ചോ? അവനവളെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു. എന്തൊക്കെ ഈ പറയുന്നേ? അവൾ അങ്ങേയറ്റം വേദനയോടെ അവർ നോക്കി ചോദിച്ചു. നിനക്കോരോന്നും ചെയ്തു കൂട്ടാം, എനിക്ക് പറയാൻ പാടില്ല അല്ലടി പോത്തെ. അവൻ അവളെ നോക്കി പല്ലിരിച്ചു. ഇതൊക്കെ എടുത്ത് ചുറ്റി നിൽക്കാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നിന്റെ അച്ഛൻ സ്ത്രീധനം തന്നോടി ഇതൊക്കെ? അവൻ ചോദിച്ചുകൊണ്ട് കയ്യിൽ ചുറ്റുപിടിച്ച മാല വലിച്ചു പൊട്ടിച്ചു. ആൾക്ക് നന്നായി തന്നെ വേദനിച്ചു. ചോദിച്ചത് കേട്ടില്ലടി. നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുമ്പോ ഇതൊക്കെ അങ്ങേര് നിനക്ക് തന്നുവിട്ടാണോന്ന് അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ അരയിൽ ചുറ്റിരിക്കുന്ന അരപ്പെട്ടിൽ പിടിച്ചു വലിച്ചതും അവൾ അവനടുത്തേക്ക് ആഞ്ഞു നിന്നു. അവന്റെ കൈകൾ അതിൽ തെരുത്തി പിടിച്ചതും അവളുടെ കണ്ണിപ്പോൾ പുറത്തിയാടുമെന്ന പോൽ മിഴിഞ്ഞു വന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.